നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4-ന് 8 മണിക്ക് ആരംഭിക്കും. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ. തൃത്താലയിലെ 219 ബൂത്തുകൾക്കായി 14 ടേബിളുകൾ, 15 റൗണ്ടുകൾ. പട്ടാമ്പി 225 ബൂത്തുകൾക്കായി 15 ടേബിളുകൾ, 14 റൗണ്ടുകൾ. ഷൊർണൂർ 225 ബൂത്തുകൾക്കായി 19 ടേബിളുകൾ, 11 റൗണ്ടുകൾ. ഒറ്റപ്പാലം 238 ബൂത്തുകൾക്കായി 18 ടേബിളുകളും 13 റൗണ്ടുകളും. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ ഇനി അത്യാധുനിക സ്റ്റേഡിയവും. പോലീസ് പരിശീലനം പൂർത്തിയാക്കുന്നവരിൽ മികച്ച കായികക്ഷമത കൂടി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്റ്റേഡിയം നിർമ്മാണം. പൊതുജനങ്ങൾക്കും സ്റ്റേഡിയം പ്രയോജനകരം. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സ്റ്റേഡിയം ഇന്ന് നാടിന് സമർപ്പിക്കും. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും 2016-ൽ താൻ പരാജയപ്പെടുമെന്ന് പ്രഖ്യാപിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമാണ് ഉള്ളതെന്നും UR പ്രദീപ് MLA. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നും UR പ്രദീപ്. പ്രവചനങ്ങളിൽ അല്ല തനിക്ക് വിശ്വാസമെന്നും അത് ജനങ്ങളിലാണെന്നും MLA. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4-ന് 8-ന് ആരംഭിക്കും. തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലാണ്. തൃത്താലയിലെ 219 ബൂത്തുകൾക്കായി 14 ടേബിളുകളിലായി 15 റൗണ്ടാണ് എണ്ണുക. പട്ടാമ്പി 225 ബൂത്തുകൾക്കായി 15 ടേബിളുകൾ, 14 റൗണ്ടുകൾ. ഷൊർണൂർ 225 ബൂത്തുകൾക്ക് 19 ടേബിളുകൾ, 11 റൗണ്ടാണ് എണ്ണുക. ഒറ്റപ്പാലം 238 ബൂത്തുകൾക്കായി 18 ടേബിളുകളും 13 റൗണ്ടുകളും എണ്ണും. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ ഇനി അത്യാധുനിക സ്റ്റേഡിയവും. പോലീസ് പരിശീലനം പൂർത്തിയാക്കുന്നവരിൽ മികച്ച കായികക്ഷമത കൂടി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സ്റ്റേഡിയം ഇന്ന് നാടിന് സമർപ്പിക്കും. പൊതുജനങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കാവുന്നതാണ്. അലക്സാണ്ടർ ജേക്കബ് പോലീസ് അക്കാദമിയുടെ തലവനായിരുന്ന കാലത്താണ് പരിശീലനത്തിനും മറ്റും കായിക വിനോദങ്ങൾക്കുമായി തൃശൂർ രാമവർമ്മപുരത്തുള്ള കേരള പോലീസ് അക്കാദമിയിലെ ഉപയോഗശൂന്യമായ സ്ഥലം ഗ്രൗണ്ടാക്കി മാറ്റാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും പദ്ധതി കാടുമൂടി തന്നെ കിടന്നു. ഒടുവിൽ 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് വീണ്ടും സ്റ്റേഡിയം എന്ന ആശയം ട്രാക്കിലാകുന്നത്. പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. വെറും 6 മാസം കൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രാക്കും ഫീൽഡുമായി മാറി. സ്റ്റേഡിയം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായാൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ വരെ തൃശൂർ പോലീസ് അക്കാദമിയിലെ സ്റ്റേഡിയത്തിൽ നടത്താനാകും. ഫ്ലഡ് ലൈറ്റുകൾ അടക്കമുള്ളവ സ്ഥാപിക്കുന്നതിനും ട്രാക്ക് സിന്തറ്റിക് ആക്കുന്നതിനും അടുത്ത ഘട്ടത്തിൽ നടക്കും. ഓരോ വർഷവും പുറത്തിറങ്ങുന്ന പോലീസുകാരുടെ കായിക മികവും സേനയ്ക്ക് മനസ്സിലാക്കാനാകും. പോലീസുകാരെ മാത്രമല്ല ഒരു നാടിനെയാകെ കായികക്ഷമതയുള്ളവരാക്കി മാറ്റാൻ പുതിയ സ്റ്റേഡിയം കൊണ്ട് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അക്കാദമിക് അധികൃതർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും 2016-ൽ താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമുണ്ടെന്നും UR പ്രദീപ് MLA. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നും MLA. പ്രവചനങ്ങളിലല്ല തനിക്ക് വിശ്വാസമെന്നും അത് ജനങ്ങളിലാണെന്നും STVക്ക് നൽകിയ അഭിമുഖത്തിൽ MLA വ്യക്തമാക്കി. എക്സിറ്റ് പോളുകൾക്ക് വിശ്വാസ്യതയില്ലെന്നും ഇടതുപക്ഷ സർക്കാർ ഇത്തരം പ്രവചനങ്ങളെ ഗൗരവമായി കാണുന്നില്ലെന്നും UR പ്രദീപ് പ്രതികരിച്ചു. 2016-ൽ താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെല്ലാം ജനം തള്ളിയ ചരിത്രമുണ്ട്. 2021-ൽ ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളെയും ജനവിധി അതിജീവിച്ചു. ഇത്തവണയും എക്സിറ്റ് പോളുകൾ തെറ്റുമെന്നും കേരളത്തിലെ 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം ഇടതുപക്ഷം കാഴ്ചവെക്കുമെന്നും ചെറുതുരുത്തിയിൽ വെച്ച് STVയോട് വ്യക്തമാക്കി. ഇടതുപക്ഷം എക്സിറ്റ് പോളിനെ ഒരു ഗൗരവമായി എടുത്തിട്ടില്ല. കാരണം 2016-ൽ എക്സിറ്റ് പോൾ പറഞ്ഞതാണ് ചേലക്കരയിൽ UR പ്രദീപ് തോറ്റുപോകുന്നത്. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിലും 12 ജയിക്കും, ചേലക്കര പോകും എന്ന് അന്ന് എക്സിറ്റ് പോൾ പറഞ്ഞതാണ്. അന്നത് വളരെ ഭയത്തോടു കൂടി നോക്കിക്കണ്ടപ്പോൾ ജനം വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് തുടർ ഭരണം അല്ലെങ്കിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന് സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ശേഷം 2021-ൽ നാം കണ്ടതാണ്. 2021-ലെ എക്സിറ്റ് പോൾ പറഞ്ഞതാണ് കേരളത്തിൽ വീണ്ടും UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് അന്ന് പറഞ്ഞതാണ്. എന്നാൽ അതെല്ലാം ജനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥ ഒരു തീരുമാനമെടുത്തത്. ഇക്കുറിയും അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എക്സിറ്റ് പോൾ എല്ലാം അത് എങ്ങനെയാണ് അവർ കണക്കാക്കുന്നത് നമുക്കറിയുന്നില്ല. പക്ഷേ ഇവിടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം
നല്ല ഉറപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തവണ വീണ്ടും മൂന്നാം വട്ടം ഇടതുപക്ഷ സർക്കാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. 5-ാം തീയതി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പന്തലിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പ്രവചനങ്ങളിലല്ല ജനങ്ങളിലാണ് തനിക്ക് വിശ്വാസമെന്നും പ്രദീപ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം, 15ഓളം പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സും കോഴിക്കോട് നിന്ന് കോതമംഗലത്തേക്ക് വന്നിരുന്ന സ്വിഫ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശ്ശൂരിൽ നിന്ന് വന്നിരുന്ന സൂപ്പർ ഫാസ്റ്റ് തൃശ്ശൂർ റോഡിലെ ബാരിക്കേഡ് മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന സ്വിഫ്റ്റ് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വായനശാലകൾ പുസ്തകങ്ങൾക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രമാകരുതെന്ന് മുൻ MP NM കൃഷ്ണദാസ് പറഞ്ഞു. മണ്ണൂർ നഗരിപ്പുറത്ത് സാംസ്കാരിക പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന NV കൃഷ്ണനുണ്ണിയുടെ നാമത്തിൽ ആരംഭിച്ച ജനകീയ വായനശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാതരം കാഴ്ചകളും വിസ്മയം ഉണ്ടാക്കും, എന്നാൽ വായന വിചാരമാണ് ഉണ്ടാക്കുന്നത്. കാഴ്ചകൾ വിസ്മയം ഉണ്ടാക്കുമ്പോൾ വായനകൾ വിചാരമുണ്ടാക്കുന്നു മനുഷ്യരിൽ. ഈ വിചാരങ്ങളാണ് മനുഷ്യ ജീവിതത്തെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഏത് കാലത്ത്. അതുകൊണ്ട് മനുഷ്യന്റെ ബോധത്തിൽ വിചാരങ്ങൾ ഉണ്ടാക്കുന്ന വായനയുടെ കേന്ദ്രങ്ങളാവുന്ന പുസ്തകങ്ങളുടെ വിശ്രമ കേന്ദ്രമല്ലാതെ, ഇവിടെ അത് പറഞ്ഞത് നന്നായി, ഞാനത് പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു. വായനശാലകൾ പുസ്തകങ്ങളുടെ വിശ്രമ കേന്ദ്രങ്ങളല്ല, അത് ഒരു സദാ മനുഷ്യരെ ഉത്തേജിപ്പിക്കുന്ന ഉത്തേജന കേന്ദ്രമാവണം എന്നുള്ളത്. അതിവിടെ സ്വാഗതത്തിൽ പറഞ്ഞു, പുസ്തകങ്ങളുടെ വിശ്രമ കേന്ദ്രമല്ല എന്നുള്ളത്. അങ്ങനത്തെ ഒരു കേന്ദ്രമായി ഈ വായനശാല ആരംഭം കുറിക്കട്ടെ. കാണുമ്പോൾ ഇപ്പോൾ ഇത് വളരെ ചെറുതാണെന്ന് തോന്നും, പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ വായനാ കേന്ദ്രങ്ങളിൽ നിന്നാണ് വലിയ വിസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വായനശാലയ്ക്കുള്ള പുസ്തകങ്ങൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA-യിൽ നിന്ന് വായനശാല ഭാരവാഹികൾ ഏറ്റുവാങ്ങി. നെടുങ്കോട്ടുപറമ്പിലെ പുതിയതും പഴയതുമായ പൂതൻതിറ കലാകാരന്മാരെയും ചിത്രകലാകാരൻ ഡാവിഷ് മാഷ്, പാട്ടുകാരി സൗമ്യ എന്നിവരെയും അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA പുസ്തകങ്ങൾ നൽകി ആദരിച്ചു. ഗ്രന്ഥശാല ജില്ലാ കൗൺസിൽ അംഗം പ്രൊഫസർ NS ബ്രിജേഷ് നന്ദിനി അനിൽകുമാറിന് ആദ്യ അംഗത്വം നൽകി നിർവഹിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, ഡോക്ടർ സദനം ഹരികുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി, കേരള ബാങ്ക് ഡയറക്ടർ OV സ്വാമിനാഥൻ, വായനശാല സെക്രട്ടറി MV അർജുൻ, വായനശാല പ്രസിഡന്റ് K സനൽകുമാർ, AV ശശി, സന്തോഷ്, രതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കടൽ തീരത്ത് എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ജനങ്ങളുടെ നീണ്ടകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ചെറുതുരുത്തി നിവാസികൾ. ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച സ്പേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യമായി രോഗികൾക്ക് സ്വാന്തനമേകും. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും സമീപ പ്രദേശങ്ങളിലെയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുക, സാമൂഹിക സാംസ്കാരിക കലാ വിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമാകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് സ്പേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ചെറുതുരുത്തി ഹാപ്പിനെസ് പാർക്കിൽ വെച്ച് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിനും അംഗം പോലായി അതിനകത്ത് ഇടപെടുമ്പോഴാണ് ആ കുടുംബത്തിന്റെ ദൈവമായി മാറുന്നത്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയണം. എന്നാൽ ഇതുപോലെ ഇടപെടാൻ പോകുമ്പോൾ നാം മുൻകൂട്ടി മനസ്സിലാക്കി പോകേണ്ടത്, നമ്മുടെ കേരളത്തിൽ ധാരാളം ഇത്തരം ഡ്രസ്സുകളുണ്ട്, നല്ല ഡ്രസ്സുകളുണ്ട്, എന്നാൽ പണം സമ്പാദിക്കുന്ന ചില ഡ്രസ്സുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് ഒരു ചോദ്യം വെച്ചപ്പോ 2000 ചില്ലാനം ഡ്രസ്സുകളാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അല്ലാത്തതും ധാരാളമുണ്ട്. സജീവമായി പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ അതിനകത്ത് പലരും പിടിക്കപ്പെട്ടവരുമുണ്ട് പരാതിയുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ചേലക്കര മണ്ഡലത്തിൽ തന്നെ ധാരാളം ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചില ട്രസ്റ്റുകൾ MLA ഓഫീസിൽ പരാതിയായി വന്നിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ കൊല്ലൂരിൽ നിന്നും മണ്ണൂത്തിൽ നിന്നുമെല്ലാം പരാതി പോസ്റ്റലായി അയക്കാനും, ഇങ്ങനെ അയച്ച് ഞങ്ങളെ രക്ഷിതാക്കൾ ഞങ്ങളുടെ മണ്ഡലത്തിലുണ്ട്, ഇന്ന സ്ഥാപനത്തിലുണ്ട്, ഞങ്ങളുടെ രക്ഷിതാക്കളെ അവർ പരിചരിക്കുന്ന രീതി കണ്ടാൽ ഞങ്ങൾക്ക് സങ്കടം വരും, കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് അവിടെ ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞവരുണ്ട്. ചെന്നുപോയി കാണുമ്പോ, പറയാതെ പോയി ചെന്ന് അവിടെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ ചിത്രം മനസ്സിലാവുന്നത്. ചെയർമാൻ PM അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി,
രക്ഷാധികാരി കെ മുരളീധരൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ CI രാജേന്ദ്രൻ നായർ, വള്ളതൊള്ളകർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ട്രഷറർ PV സുഭാഷ്, മറ്റു ഭാരവാഹികളായ P വേണുഗോപാലൻ, TV ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി AR ബാബു നന്ദിയും പറഞ്ഞു. നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭയിലെ മഞ്ഞക്കാട് 67 നമ്പർ അംഗൻവാടിയിൽ നിന്നും 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഹെൽപ്പർ സുശീലയ്ക്ക് യാത്രയയപ്പ് നൽകി. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സുശീല ചേച്ചി എന്ന് പറഞ്ഞാൽ 30 വർഷമായി ഹെൽപ്പറായി ജോലി ചെയ്തു വരുന്ന ഒരാളാണ്. മഞ്ഞക്കാട് പ്രദേശത്തുള്ള ബാലഭദ്രയുടെ സമീപമുള്ള അംഗൻവാടി ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, കരണ്ടോ വെളിച്ചമോ ഒന്നുമില്ല, വെള്ളമോ ഒന്നുമില്ലാത്തൊരു അവസരത്തിൽ അങ്ങനെയാണ് അംഗൻവാടി ഉണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം മെച്ചപ്പെട്ട് ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷമാണ് ഈ അംഗൻവാടിക്ക് കരണ്ട് കണക്ഷനും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും എല്ലാം ലഭ്യമായിട്ടുണ്ടായിരുന്നത്. മഞ്ഞക്കാട് ശ്രീ ബാലഭദ്രദേവി ക്ഷേത്ര ഊട്ടുപുര ഹാളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മാതൃസമിതി അംഗങ്ങളും പ്രദേശവാസികളും ചേർന്നാണ് സുശീലയ്ക്ക് യാത്രയയപ്പ് നൽകിയത്. മാതൃസമിതി സെക്രട്ടറി രാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷീജ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർ ഗീതാ ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. മാതൃസമിതി പ്രസിഡന്റ് തോട്ടിങ്ങൽ സൗമിനി, കളരിക്കൽ പുഷ്പലത, ശ്രീജ പ്രകാശ് എന്നിവർ പങ്കെടുത്തു. മാതൃസമിതി അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ സുശീലയ്ക്ക് സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് സുശീല മറുപടി പ്രസംഗവും നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർക്കായി ജമാഅത്തെ ഇസ്ലാമി പിലാപ്പള്ളി ഘടകത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം മൗണ്ട് സീന സ്റ്റുഡൻസ് കൗൺസിലർ AP നാസർ ഉദ്ഘാടനം ചെയ്തു. AK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ സമിതി അംഗം മുഹമ്മദ് അലി മാസ്റ്റർ ഹജ്ജ് സന്ദേശം നൽകി. മുഹമ്മദ് കല്ലിങ്കൽ, KM മക്കി, ഹജ്ജ് തീർത്ഥാടകരായ സെയ്ദ് മുഹമ്മദ്, ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു. AP അഷറഫ് സമാപന പ്രസംഗം നടത്തി. ലക്കിടി, അകലൂർക്കാവ്, കൂത്ത്, താലപ്പൊലി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അകലൂർ, പേരൂർ ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് വേലകൾ അണിനിരന്നത്. ആഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. വെള്ളിയാഴ്ച പുലർച്ചെ വിശേഷാൽ പൂജകളോടെ അകലൂർ ദേശപരിപാടികൾ തുടങ്ങി. തുടർന്ന് ഉഷപൂജ, നിറവറ സമർപ്പണം, പഞ്ചവാദ്യം എന്നിവ നടന്നു. 1 മണിക്ക് കുമ്മാട്ടി പുറപ്പെട്ടു. തുടർന്ന് പഞ്ചവാദ്യത്തിന് ശേഷം വൈകിട്ട് 5-ന് വിവിധ സ്പെഷ്യൽ വേലകളുമായി ചേർന്ന് കാവ് മൈതാനിയിൽ ഗജവീരന്മാർ അണിനിരന്നു. തുടർന്ന് പാണ്ടിമേളം, ഇരട്ടത്തായമ്പക. ശനിയാഴ്ച പുലർച്ചെ പാണ്ടിമേളത്തോടെ അകലൂർ ദേശവേല സമാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ മന്നത്ത് ഈടുവടിയോടെ പേരൂർ ദേശവേല ആരംഭിച്ചു. 11-ന് കുമ്മാട്ടി പുറപ്പെട്ടു. കേളി, പഞ്ചവാദ്യം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 3-ന് ദേശവേല പുറപ്പെട്ടു. തുടർന്ന് ദേശവേലകളുമായി യോജിച്ച് മൈതാനിയിൽ അണിനിരന്നു. രാത്രി പാണ്ടിമേളം, ഇരട്ടത്തായമ്പക എന്നിവയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചന്ദ്രപൊങ്കാലയ്ക്ക് മുള്ളൂർക്കര ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്ര വേദിയായി. നൂറുകണക്കിന് സ്ത്രീകളാണ് പൊങ്കാല സമർപ്പണത്തിന് എത്തിയത്. ക്ഷേത്ര ശാന്തിക്കാരൻ രാജീവ് പൂജ ചെയ്ത ഭദ്രദീപം ക്ഷേത്രത്തിൽ നിന്നും ഭാരവാഹികളുടെയും മറ്റ് നേതൃത്വത്തിൽ പൊങ്കാല നടക്കുന്ന സ്ഥലത്ത് എത്തിക്കുകയും തുടർന്ന് മുള്ളൂർക്കര UP സ്കൂളിലെ പ്രധാനാധ്യാപിക ശ്രീജ ശങ്കർ ഭദ്രദീപം കൊളുത്തി പിന്നീട് ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ്, ക്ഷേത്രസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4-ന് 8 മണിക്ക് ആരംഭിക്കും. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ. തൃത്താലയിലെ 219 ബൂത്തുകൾക്കായി 14 ടേബിളുകൾ, 15 റൗണ്ടുകൾ. പട്ടാമ്പി 225 ബൂത്തുകൾക്കായി 15 ടേബിളുകൾ, 14 റൗണ്ടുകൾ. ഷൊർണൂർ 225 ബൂത്തുകൾക്കായി 19 ടേബിളുകൾ, 11 റൗണ്ടുകൾ. ഒറ്റപ്പാലം 238 ബൂത്തുകൾക്കായി 18 ടേബിളുകളും 13 റൗണ്ടുകളും. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ ഇനി അത്യാധുനിക സ്റ്റേഡിയവും. പോലീസ് പരിശീലനം പൂർത്തിയാക്കുന്നവരിൽ മികച്ച കായികക്ഷമത കൂടി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്റ്റേഡിയം നിർമ്മാണം. പൊതുജനങ്ങൾക്കും സ്റ്റേഡിയം പ്രയോജനകരം. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സ്റ്റേഡിയം ഇന്ന് നാടിന് സമർപ്പിക്കും.
എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും 2016 താൻ പരാജയപ്പെടുമെന്ന് പ്രഖ്യാപിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമാണ് ഉള്ളതെന്നും UR പ്രദീപ് MLA. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നും UR പ്രദീപ്. പ്രവചനങ്ങളിൽ അല്ല തനിക്ക് വിശ്വാസമെന്നും അത് ജനങ്ങളിലാണെന്നും MLA. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.